നമ്മള് ഒരുപാട് വർഷമായിട്ട് മാർക്കറ്റിൽ നിന്നിട്ട് ഇന്നും മാർക്കറ്റിനെ മനസ്സിലാക്കുന്നതിൽ ബുദ്ധിമുട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ചിലപ്പോൾ മാർക്കറ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാഴ്ചപ്പാട് തന്നെ മാറിയേക്കാം. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. അതായത് നമ്മുടെ മാർക്കറ്റിലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ മാർക്കറ്റില് ഇതേപോലെ കുറെ മൂവ്സ് ഒക്കെ നടക്കും, നമ്മൾ കാണുന്നതാണ്. മാർക്കറ്റ് അപ് സൈഡ് പോകുന്നു, ഇതേപോലെ ഡൗൺ സൈഡ് വരുന്നു, പല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നു. നമുക്ക് പലപ്പോഴും ഇതിന്റെയൊക്കെ ഇത് എപ്പോഴാണ് അപ് സൈഡ് പോകണമെന്നോ എന്താണ് ഡൗൺ സൈഡ് വരുന്നതെന്നോ പലർക്കും അറിയാൻ പറ്റാറില്ല. ഓക്കെ, നമ്മൾ ആകെ പഠിക്കുന്നത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഇത് അപ് സൈഡ് ആണ്, പ്രൈസ് മുകളിൽ പോയി, അതുകൊണ്ട് മാർക്കറ്റ് ബുള്ളിഷ് ആണ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ പോസിറ്റീവ് സെന്റിമെന്റ് ആണ്. എത്ര പേര് ഈ പ്രൈസ് അല്ലാതെ ഈ ഒരു മൂവ് ഉണ്ടോ, ഈ ഒരു അപ് സൈഡ് മൂവ് ഉണ്ടോ, ഇതൊരു ജെനുവിൻ മൂവ് ആണോ, അതായത് ഇത് ശരിക്കും മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന ആരാണ്? നമ്മളല്ല, നമ്മൾ ആരുമല്ല. മാർക്കറ്റിൽ മൂവ് ചെയ്യിപ്പിക്കുന്ന ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, ബിഗ് പ്ലേയേഴ്സ് ആണ്. അവർ ഈ ഒരു മൂവിലുണ്ടോ, അവരുടെ പ്രസൻസ് ഇവിടെ ഉണ്ടോ എന്ന് എത്ര പേര് പഠിക്കാറുണ്ട്? സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ കറക്റ്റ് കണ്ടു നോക്കുക, എന്നാലും ഞാൻ പറയുന്നത് മനസ്സിലാവും. ശ്രദ്ധിച്ച് കാണുക. എത്ര പേര് ഈ ഓരോ മൂവ്, ഇവിടെ ഇപ്പൊ ഇവിടെ ഒരു ഹൈ കാണാം, ഇവിടെ ഒരു ഹൈ കാണാം, ഇവിടെ ഒരു ഹൈ കാണാം, ഇവിടെ ഒരു ഹൈ കാണാം, ഇവിടെ ഒരു ലോ കാണാം, കണ്ടോ? ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ശരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കിനെ മൂവ് ചെയ്തിട്ടുള്ളത്? അല്ലാത്ത മൂവുകളിൽ കയറി എന്ത് പറ്റും? ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രസൻസ് ഇല്ലാത്ത മൂവുകളിൽ കയറിയാല് ചിലപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക. നമ്മൾ ഇവിടെ എൻ്റർ ആയി, മാർക്കറ്റ് അപ്സൈഡ് പോയി, മാർക്കറ്റ് ഇതേപോലെ തിരിച്ചു വരും. നമ്മൾ നോക്കുമ്പോൾ ഇത് എന്തോ കാരണം കൊണ്ട് മാർക്കറ്റ് തിരിച്ചു വന്നു. അല്ലെങ്കിൽ പറയും, ഞാൻ എൻ്റർ ആകുമ്പോൾ മാർക്കറ്റ് റിവേഴ്സ് ആവും, ഞാൻ എപ്പോഴും എൻ്റർ ആകുമ്പോൾ മാർക്കറ്റ് റിവേഴ്സ്, പലരും പറയുന്ന ഒരു കാരണമാണ്. പക്ഷെ ആരെങ്കിലും അതിനെക്കുറിച്ച് അതിനെ ഡീപ്പായിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത്? ഓക്കെ, ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ആദ്യം പോയിട്ട് നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്റർ ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ പോയിട്ട്, ഇപ്പൊ നിഫ്റ്റി ആണ് ഞാൻ വാച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഇത് നിഫ്റ്റി ആണ് ഞാനിപ്പോ എടുത്തിരിക്കുന്നത്, നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ സെർച്ച് ചെയ്യുന്ന ബാറിൽ പോവുക. അവിടെ പോയിട്ട് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ഒന്ന് സെർച്ച് ചെയ്യുക. നിഫ്റ്റി ഇവിടെ കാണാം, ഞാൻ സെർച്ച് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഫ്യൂച്ചർ എന്ന് സെർച്ച് ചെയ്താൽ മതി. എഫ് യു ടി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതിപ്പോ ഫെബ്രുവരി അല്ലേ, അപ്പൊ ഫെബ്രുവരിയിലെ ഫ്യൂച്ചേഴ്സ് ആയിരിക്കും വരിക. നിഫ്റ്റി ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് എന്ന് വരും. ഈ ചാർട്ട് നമ്മൾ ആദ്യം എടുക്കുക. ഓക്കെ, ഞാൻ ആ ചാർട്ടാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ ആ ചാർട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, ഈ നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ആഡ് ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട് കേട്ടോ, അതൊക്കെ പിന്നീട് പറയാം. ഇത് സ്റ്റോക്കിനും അതേപോലെ ഫ്യൂച്ചേഴ്സ് അവൈലബിൾ ആണ്. സ്റ്റോക്കുകൾക്ക് ഇപ്പൊ റിലയൻസ് ആണെങ്കിൽ റിലയൻസിന്റെ ഫ്യൂച്ചേഴ്സ് ഉണ്ട്, HDFC ബാങ്കിന് അതിന്റെ ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഓരോന്നിനും അതിന്റെ ഫ്യൂച്ചർ ചാർട്ട് ഉണ്ട്. അപ്പൊ ആദ്യമേ നമ്മൾ ഫ്യൂച്ചർ ചാർട്ട് എടുക്കുന്നു. എടുത്തതിന് ശേഷം ഇവിടെ ഇൻഡിക്കേറ്റർ സെക്ഷൻ കണ്ടോ, ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നു. ഇവിടെ ഞാൻ പറയുന്ന കാര്യം ഒന്ന് സെർച്ച് ചെയ്യുക, ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഓപ്പൺ ഇൻട്രസ്റ്റ് ഇവിടെ കാണാം, കണ്ടോ? ഓപ്പൺ ഇൻട്രസ്റ്റ് എല്ലാ ബ്രോക്കേഴ്സിലും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഒട്ടുമിക്ക ഓൾമോസ്റ്റ്, ഇത് അവൈലബിൾ അല്ലാത്ത ബ്രോക്കേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല, ആൾമോസ്റ്റ് എല്ലാ ബ്രോക്കേഴ്സിലും ഇത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഈ കാര്യം ആഡ് ചെയ്യുക. ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സംഭവം ആഡ് ചെയ്യുക. ഞാൻ നിലവിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഇത്രയും ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാല് ഇത് കണ്ടോ, തൊട്ട് താഴെയായിട്ട്, സ്ക്രീനിന്റെ തൊട്ട് താഴെയായിട്ട് ഇതേപോലെ നമുക്ക് കുറച്ച് ലൈൻസ് വരും. ഓക്കെ, ഇതുപോലെ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന പോലെ മറ്റൊരു ലൈൻസ് നമുക്ക് കിട്ടും. ഇതെന്താണെന്നും ഇത് എങ്ങനെയാണെന്നുള്ളതും വളരെ കൃത്യമായിട്ട്, നമ്മൾ തെറ്റായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് മാർക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ജസ്റ്റ് വെറും ഒരു ലൈൻസോ കാര്യങ്ങളോ അല്ല, ഇത് എന്താണെന്നുള്ളതാണ് കൃത്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ കേട്ടു നോക്കുക. ഓക്കെ, അപ്പോ ഇനി ഓരോ പോയിന്റ് ആയിട്ട് കാണുക. ഒരു ദിവസം നമുക്കിതേ ഈ ഒരു മാർക്കറ്റിന്റെ സ്റ്റോറി ഒന്ന് മനസ്സിലാക്കാം. മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്ന എങ്ങനെയാണ് കൃത്യമായിട്ട്, ഈ നമ്മൾ പാറ്റേൺസിന്റെ പുറകെയും മറ്റും ഒന്നും പോയി ചുമ്മാ സമയം, ഒരുപാട് പേര് ഒരുപാട് വർഷം ചാർട്ട് പാറ്റേൺസ് ഒക്കെ നോക്കി, അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള മാർക്കറ്റ് അങ്ങനെ ഇതൊരു ഡബിൾ ടോപ്പ് ആണ്, ഇതൊരു ഡബിൾ ബോട്ടം ആണ്, ഇത് മറ്റേ പാറ്റേൺ ആണ്, ഇത് എൻഗൾഫിംഗ്, ഈ പാറ്റേൺസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ സമയം പോയി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് പലരും തിരിച്ചറിയുന്നത് ഈ പാറ്റേൺസിന്റെ കാട്ടി, അല്ലെങ്കിൽ ഈ പാറ്റേൺസ് നോക്കിയിട്ട് ഇപ്പോഴും മാർക്കറ്റിനെ നന്നായിട്ട് അനലൈസ് ചെയ്യാൻ പലർക്കും പറ്റുന്നില്ല. ഇത്രയും പാറ്റേൺസ് നോക്കിയിട്ട് എന്താ പറ്റാത്തെ? ഓക്കെ, അപ്പൊ ആ ഒരു ടോപ്പിക്ക് മാറ്റി വയ്ക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇനി ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഈ ഒരു സ്റ്റോറി, ഈ മാർക്കറ്റിന്റെ സ്റ്റോറി
ഒന്ന് ഞാൻ പറയുന്ന ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കാം. മാർക്കറ്റ് ഒരു ദിവസം ഓപ്പൺ ചെയ്തു, ദേ ഇവിടെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ഓരോ ക്യാൻഡിലുകളായിട്ട് താഴേക്ക് ഫോളോ ആവുന്ന നമുക്ക് കാണാൻ പറ്റും അല്ലെ? മാർക്കറ്റ് ഇവിടെ കൃത്യമായിട്ട് താഴേക്ക് ഫോളോ ആവുകയല്ലേ? ഇതേ സമയം നമ്മൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ്, അതായത് ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരുടെ വോളിയമാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ. നമ്മുടെ വോളിയം ഒന്നുമല്ല, നമ്മളൊക്കെ വളരെ ചെറുതാണ്. മാർക്കറ്റിൽ ഏറ്റവും അധികം പണം പമ്പ് ചെയ്യുന്നത് അവരാണ്. അപ്പോ ഇവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു OI അല്ലെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഈ ഒരു ഇൻഡിക്കേഷൻ അതെന്താ സൂചിപ്പിക്കുന്നതെന്ന് നോക്കി. പ്ലേയേഴ്സ്, അതായത് ബിഗ് പ്ലേയേഴ്സ് അഥവാ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റ് ഈ താഴേക്ക് വരുന്ന സമയത്ത്, മാർക്കറ്റ് ഇവിടുന്ന് ഫോളോ ആവുന്ന ഇതേ സമയത്ത് അവരുടെ പൊസിഷൻസ് മാർക്കറ്റിൽ ഇൻക്രീസ് ചെയ്യുകയാണ്. കണ്ടോ? ശ്രദ്ധിച്ചു നോക്കി. മാർക്കറ്റ് ഫോളോ ആകുമ്പോൾ അവരുടെ പൊസിഷൻ കൂടുകയാണ്. അതെന്തുകൊണ്ടാ? ഒന്ന് ആലോചിച്ചേ. ഞാൻ പറയുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. എന്തുകൊണ്ടാ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ അവരുടെ പൊസിഷൻ കൂടുന്നത്? അവർക്ക് മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാനാണ് താല്പര്യം, അതായത് ഡൗൺ സൈഡിലോട്ട്. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ദേ ഇവിടെ മാർക്കറ്റ് അപ്സൈഡ് പോയി. അപ്സൈഡ് പോയപ്പോൾ അവരുടെ പൊസിഷൻ പെട്ടെന്ന് കുറയുന്നുണ്ടോ? ഡൗൺ സൈഡ് വന്നപ്പോ അവരുടെ പൊസിഷൻ ആഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഡൗൺ സൈഡ് മാർക്കറ്റ് തിരിഞ്ഞ് മാർക്കറ്റ് മുകളിലേക്ക് പോയപ്പോ ദേ ഇവിടെ താഴെ ഈ ഒരു ഇൻഡിക്കേറ്റർ നോക്കി, ഈ ഒരു OI നോക്കി, പെട്ടെന്ന് അവരുടെ പൊസിഷൻ കുറയുകയാണ്. അതെന്തുകൊണ്ടാണ്? എന്താ അങ്ങനെ സംഭവിക്കുന്നത്? കാരണം അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തല്ല, മാർക്കറ്റിനെ അപ്സൈഡ് കൊണ്ടുപോകലല്ല. മാർക്കറ്റിനെ അപ്സൈഡ് കൊണ്ടുപോകലല്ല. അതുകൊണ്ടാണ് മാർക്കറ്റ് അപ്സൈഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതും പറയണം. മുകളിലോട്ട് പോകുന്ന സിറ്റുവേഷനിൽ അവരുടെ പൊസിഷൻ കുറയുകയാണ് കണ്ടോ. എന്നാൽ താഴേക്ക് മാർക്കറ്റ് വരുമ്പോൾ അവരുടെ പൊസിഷൻ നോക്കി, എന്തൊരു താല്പര്യം നോക്കി, അവരുടെ പൊസിഷൻ കൂടുകയാണ്. അപ്പൊ അന്നത്തെ ദിവസം അപ്പൊ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഡൗൺ സൈഡ് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമുണ്ട്, അപ്സൈഡ് കൊണ്ടുപോകുമ്പോൾ അവർക്കൊട്ടും താല്പര്യമില്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ് അല്ലെ? അപ്പോ മാർക്കറ്റ് അപ്സൈഡ് പോയി കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ദിവസം പിന്നെ വോളിയം കൂടിയിട്ടുണ്ടോ എന്ന് ആരെങ്കിലും നോക്കി. മാർക്കറ്റ് ഈ ഒരു റാലി കണ്ടോ, ഈ ഒരു നടന്നിരിക്കുന്ന ഈ ഒരു മൂവ് കണ്ടോ? ഈ ഒരു അപ്സൈഡിന് ശേഷം പിന്നെ അന്നത്തെ ദിവസം വോളിയം കൂടിയിട്ടില്ല. ഇതേ കണക്ക് OI എന്ത് ചെയ്യാണ്? പിന്നെ കുറഞ്ഞു മാർക്കറ്റ്, കാരണം ഒരു അപ്സൈഡ് റാലി നടത്തി പിന്നെ അവിടെ കൺസോളിഡേറ്റ് ചെയ്താൽ തീർന്നേ. ആകെ ഒരു അവസാന നിമിഷം ഒരു ശകലം ഒരു ഡൗൺ സൈഡ് വന്നു. ആ അവസാന നിമിഷത്തില് ഒരു ഡൗൺ സൈഡ് വന്നപ്പോഴും ഈ വോളിയം കണ്ടോ അവിടെ കൂടുന്ന കണ്ടോ? ആ അവസാന നിമിഷമാണ് മാർക്കറ്റിൽ പിന്നെ ഒരു അനക്കം സംഭവിച്ചത്, ഒരു ഡൗൺ സൈഡ് വന്നത്. ആ അവസാന നിമിഷം ഇവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കി, വോളിയം കൂടി. അതായത് എപ്പോഴെല്ലാം മാർക്കറ്റിലെ ഡൗൺ സൈഡ് മൂവ് വരുന്നുവോ അപ്പോഴെല്ലാം ബിഗ് പ്ലേയേഴ്സിന്റെ പൊസിഷൻ അവർ ആഡ് ചെയ്ത് വെക്കുകയാണ്, മാർക്കറ്റിലേക്ക്. എന്നാൽ അപ്സൈഡ് പോകുമ്പോൾ, മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതെ, മാർക്കറ്റ് നേരെ ഈ ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഈ ഒരു OI, ഇത് ശരിക്കും OI ആണ് കേട്ടോ, ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ പറയും, അത് താഴേക്ക് ഫോളോ ആവുകയാണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം വ്യക്തമായി, ഈ ഒരു ദിവസത്തെ സ്റ്റോറിയിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായി. ഓക്കെ, മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്, നമ്മളല്ല മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, ബിഗ് പ്ലേയേഴ്സ് ആണ്, ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവർക്ക് താല്പര്യം മാർക്കറ്റിനെ ഡൗൺ സൈഡ് പുഷ് ചെയ്യാനാണ്. ഇനി അടുത്ത ദിവസം വെരി നെക്സ്റ്റ് ഡേയില് എന്താ സംഭവിക്കുന്നത് നോക്കി. തൊട്ടടുത്ത ദിവസം ഈ കഥ ഈ ഒരു സ്റ്റോറി പോലെ കണ്ടു നോക്കാം, സ്കിപ്പ് ചെയ്യാതെ ഒരു സ്റ്റോറി പോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നോക്കാം. തൊട്ടടുത്ത ദിവസം മാർക്കറ്റിൽ എന്താ സംഭവിച്ചെന്ന് നോക്കി, ഒരു ഗ്യാപ് ഡൗൺ. മാർക്കറ്റ് ഗ്യാപ് ഡൗൺ, എന്താണ്ട് ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ. നമുക്ക് ആൾറെഡി അറിയാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങോട്ടാ എയിം ചെയ്യുന്നത്, താഴേക്ക്. അത് ഈ ഒരു ദിവസം സ്റ്റോറിയിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ്. പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് തന്നെ ഒരു ഗ്യാപ് ഡൗണിലാണ്. ഗ്യാപ് ഡൗണിൽ പിറ്റേ ദിവസം ഓപ്പൺ ചെയ്ത മാർക്കറ്റിൽ എന്താ സംഭവിച്ചേ, ഒന്ന് നോക്കി. മാർക്കറ്റിന് എന്താ സംഭവിച്ചത്? ആദ്യം മാർക്കറ്റ് ഒന്ന് നോക്കാം. പിറ്റേ ദിവസം ഓപ്പൺ ചെയ്ത മാർക്കറ്റ് ഒരൊറ്റ പോക്കാണ് താഴേക്ക്. നോക്കി, മാർക്കറ്റ് ഒരൊറ്റ പോക്കാ താഴേക്ക്. മാർക്കറ്റ് അന്നത്തെ ദിവസം കംപ്ലീറ്റ് ഒരു ഫോൾ ആണ്. അതേസമയം ഇവിടെ പൊസിഷൻ എന്താ സംഭവിക്കുന്നത് നോക്കി, ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അല്ലെങ്കിൽ അവരുടെ OIക്ക് എന്താ സംഭവിക്കുന്നത് നോക്കി, ഭയങ്കരമായിട്ട് കൂടുകയാണ് കണ്ടോ. അതായത് അവർക്ക് ഭയങ്കര താല്പര്യമാണ് മാർക്കറ്റ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകുമ്പോൾ, മാർക്കറ്റ് ഡൗൺ സൈഡ് പോകുമ്പോഴാണ് അവർ പൊസിഷൻ ആഡ് ചെയ്യുന്നത്. അതായത് അവരുടെ വ്യൂ അല്ലെങ്കിൽ അവർക്ക് താല്പര്യം മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാനാണ്. ഇവിടെ നോക്കി, മാർക്കറ്റ് മുകളിൽ, ഇവിടെ നോക്കും, മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് കണ്ടോ, അവരുടെ താല്പര്യം കണ്ടോ, അതായത് അവർ ആഡ് ചെയ്യുന്ന പൊസിഷൻസ് ഉണ്ടോ, അത് കൂടുകയാണ്. അതായത് അവർക്ക് മാർക്കറ്റിന് ഇനിയും എന്ത് ചെയ്യണം, ഡൗൺ സൈഡ് പുഷ് ചെയ്യണം എന്നുള്ളതാണ്
അവരുടെ താല്പര്യം. ഇത് എത്ര പേർക്ക് അറിയാമെന്നോ, ഇത് എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടെന്നോ, കൃത്യമായിട്ട് ഇത് യൂസ് ചെയ്യാൻ എത്ര പേർക്ക് അറിയാമെന്നൊന്നും എനിക്കറിയില്ല. ദയവ് ചെയ്ത് നമ്മൾ ഈ മാർക്കറ്റിൽ പോകുമ്പോൾ പാറ്റേൺസ് മാത്രം ഫോളോ ചെയ്ത്, പാറ്റേൺസ് എന്നൊക്കെ പറയുന്നത് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ പൊസിഷൻ എടുക്കുമ്പോൾ വരുന്ന റിസൾട്ട് മാത്രമാണ്. ആ റിസൾട്ട് ആണ് നമുക്ക്. ഞാൻ ഇപ്പൊ ഈ ചാർട്ട് നോക്കിയിട്ട് ഈ ഒരു ചാർട്ട് മാത്രം നോക്കുമ്പോൾ ഇതിൽ എവിടെ അവരുടെ പൊസിഷൻ ആഡ് ചെയ്തു, അത് എവിടെ അവരുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവും? ഒരിക്കലും ഇല്ല. ചാർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്യാൻഡിൽസ് എന്ന് പറയുന്ന റിസൾട്ട് മാത്രമാണ്. അത് മാത്രം നോക്കിയാലും മാർക്കറ്റിന്റെ ശരിക്കും എന്താ മാർക്കറ്റിന്റെ ഉള്ളിൽ നടക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ. അപ്പൊ ഇത് അധികം എത്ര പേര് ഇത് പറഞ്ഞു തരുന്നുണ്ടെന്ന് എനിക്കറിയില്ല, എത്ര പേർക്ക് ഇത് അറിയാം എന്നുള്ളതും എനിക്കറിയില്ല. എല്ലാവരും ഫോളോ ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നതോ ഒക്കെ ഈ ക്യാൻഡിൽ സ്റ്റിക്കും അതിന്റെ പാറ്റേൺസും മാത്രമാണ്. അതിന്റെ റീസൺ മറ്റൊന്നുമില്ല, അത് കാരണം കാണാൻ നല്ല രസമാണ്, പെട്ടെന്ന് നമുക്കത് ഐ ക്യാച്ചിങ് ആണ്, ഐ പ്ലീസിങ് ആണ്, പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളതുകൊണ്ട് എല്ലാവരും അതിന്റെ പുറകെ പോകും, ക്യാൻഡിൽസും പാറ്റേൺസിന്റെ പുറകെ പോകും. അല്ലാതെ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ ആരും പഠിക്കുന്നില്ല. എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ മൂവ് ഇങ്ങനെ നടന്നു, അതിന്റെ പിന്നിൽ എന്താ സംഭവിച്ചത്, ഇത് പഠിക്കുന്നവർ കുറവാ, വളരെ കുറവാ. നമുക്ക് തന്നെ എത്ര പേർക്ക് നമ്മൾ അത്തരം കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചു നോക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ ഇവിടെ നോക്കി, ഇവിടെ മാർക്കറ്റ് താഴേക്ക് പോയപ്പോ ഇവിടെ നമ്മളെ അവരുടെ ഇൻട്രസ്റ്റ്, അതായത് അവരുടെ താല്പര്യം, മാർക്കറ്റിലുള്ള താല്പര്യം, അവരുടെ പൊസിഷൻസ് ഇവിടെ ആഡ് ചെയ്ത് വരുന്നത് കാണാം. OI അഥവാ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുന്നത് കാണാം. ഇനി ഞാൻ ചോദിക്കുന്ന ചെറിയൊരു ചോദ്യത്തിന് സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. ഈ ഒരു ചെറിയ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു നോക്കുക. നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈ ഒരു ദിവസം മൊത്തവും ട്രേഡ് ചെയ്ത് നല്ല ഒരു പ്രോഫിറ്റ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആരാണെങ്കിലും എന്ത് ചെയ്യും? എക്സിറ്റ് ചെയ്യും. നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും? ബുക്ക് ചെയ്യും, അല്ലെ? നമ്മുടെ പണം നമുക്ക് കിട്ടിയ ആ ഒരു പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും? പിൻവലിക്കും. നമുക്ക് നല്ല പ്രോഫിറ്റ് ആയാൽ നമ്മൾ പിൻവലിക്കും. ഇന്നത്തെ ദിവസം മൊത്തം മാർക്കറ്റ് ഡൗൺ സൈഡ് ആയിരുന്നു. ഓക്കെ. അതേ ദിവസം അവരുടെ പൊസിഷൻ ആഡ് ചെയ്ത് അവർ വരികയാണ്. ഉറപ്പായിട്ടും ഇവിടെയൊക്കെ ആഡ് ചെയ്ത് വന്നവരെല്ലാം എന്തായിരിക്കും? മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത് വന്നവരെല്ലാം എന്തായിരിക്കും? പ്രോഫിറ്റിലായിരിക്കും. ആ പ്രോഫിറ്റിലായ എല്ലാവരും എന്ത് ചെയ്യും? ഏറ്റവും അവസാനം ഒരു ദിവസം അവസാനമാകുമ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ ആ പ്രോഫിറ്റ് എന്ത് ചെയ്യും? എക്സിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ അത് ബുക്ക് ചെയ്യും, അല്ലെ? ഇവിടെ ഏറ്റവും അവസാനം എന്താ സംഭവിച്ചത് നോക്കി, ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇത്രയും കൂടി വന്നിട്ട് ഏറ്റവും അവസാനം ഒറ്റ ഫോള് കണ്ടോ? അതെന്താ അങ്ങനെ സംഭവിച്ചേ? അത് ഈ മാർക്കറ്റിൽ അതില്ല. ഇവിടെ മാർക്കറ്റ് നോക്കുമ്പോൾ മാർക്കറ്റ് മൂവ്മെന്റ് ഇല്ല, കണ്ടോ? മാർക്കറ്റ് അതേ ഇങ്ങനെ വന്നിട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ്. മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഒരു വലിയ അപ്സൈഡോ അവിടെ പ്രത്യേകിച്ച് ഡൗൺ സൈഡോ ഒന്നും സംഭവിച്ചില്ല. മാർക്കറ്റ് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കി, ഒരൊറ്റ ഫോള് കണ്ടോ? ഒറ്റ ഫോള് കണ്ടോ? അതെന്താ അവിടെ സംഭവിച്ചേ? അതെന്താ നടന്നേ? ഇത്രയും എടുത്ത പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇത്രയും ഷോർട്ട് ചെയ്ത് അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് അല്ല അവരെന്ത് ചെയ്യാണ്? അവർ അവസാന നിമിഷം ഒരു 3 മണി ആയപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യാണ്? കാരണം മാർക്കറ്റ് ക്ലോസ് ചെയ്യാറായി, അവർ ബുക്ക് ചെയ്യാണ്. അത് ഒറ്റയടിക്ക് മാർക്കറ്റ് താഴേക്ക് പോകണമാണ്. അന്ന് കയറിയ കംപ്ലീറ്റ് വോളിയം ഇവിടെ വന്ന് അവസാനിച്ചു. ഏകദേശം അന്ന് കയറിയതിന്റെ ഒരു 3/4% വോളിയം ആ ഒരു ഒറ്റ ടൈമില് മാർക്കറ്റ് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയിട്ട് അവർ ബുക്ക് ചെയ്തു. കണ്ടോ? ഇത് ഇവിടെ കാണില്ല, ഇത് പ്രൈസിൽ കാണില്ല. ഇത് പ്രൈസിൽ ഇത് എവിടെ നോക്കി നമ്മൾ മനസ്സിലാക്കുന്നത്? പ്രൈസിൽ ഇവിടെ എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നിട്ടില്ല. പ്രൈസിൽ അവിടെ ഒന്നും നടന്നിട്ടില്ല. അപ്പൊ ഈ ക്യാൻഡിലും പാറ്റേണും മാത്രം നോക്കി പഠിക്കുമ്പോൾ നമുക്ക് ഇത് എന്തെങ്കിലും മനസ്സിലാവോ? ഒരിക്കലും ഇല്ല. നമ്മൾ എത്ര വർഷം എടുത്ത് ക്യാൻഡിൽസ് പഠിച്ചാലും, എത്ര വർഷം എടുത്ത് ചാർട്ട് പാറ്റേൺസ് പഠിച്ചാലും, ഇതിന് പിന്നിൽ നടക്കുന്ന മറ്റു കാര്യങ്ങൾ നമുക്ക് അതിലൂടെ റീഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ കാരണം ആ ഡേറ്റ അവിടെ ഇല്ല. ആ ഡേറ്റ ക്യാൻഡിൽസിൽ തരുന്നില്ല. അങ്ങനെ ഒരു ഡേറ്റ ഇല്ല. ക്യാൻഡിൽസിൽ ആകെ തരുന്നത് ഓപ്പൺ ഉണ്ട്, ഹൈ ഉണ്ട്, ലോ ഉണ്ട്, ക്ലോസ് ഉണ്ട്. ഇതല്ലാതെ മറ്റെന്ത് ഡേറ്റ ഒരു ക്യാൻഡിൽ നമുക്ക് തരുന്നേ? ഒന്നും തരുന്നില്ല. അപ്പൊ ദയവ് ചെയ്ത് ആരും ഒരുപാട് ടൈം ഇതിലേക്ക് മാത്രം സ്പെൻഡ് ചെയ്ത് ടൈം കളയരുത്. ഒരുപാട് വർഷം അങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയുന്നവരുണ്ട്. ദയവ് ചെയ്ത് ഈ വീഡിയോ എങ്കിലും, വളരെ കുറച്ച് പേരായിരിക്കും കാണുന്നത്, ആ കുറച്ച് പേരെങ്കിലും ഒരുപാട് ടൈം ഇതിലേക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്ത് കളയരുത്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ആ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് കാണാം. അപ്പൊ അവർക്ക് ഇത്രയും പ്രോഫിറ്റ് ആയി. അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ത് ചെയ്തു? അവര് ബുക്ക് ചെയ്തു. ഓക്കെ. ബുക്ക് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് മാറി. പിറ്റേ ദിവസം കണ്ടോ? പിറ്റേ ദിവസം ഫോൾ ഇല്ല. പിറ്റേ ദിവസം മാർക്കറ്റ് ഫോൾ ഇല്ല. മാർക്കറ്റ് കൺസോളിഡേഷൻ. കാരണം എന്താണ്? ഇവിടെ ഒരു പൊസിഷൻ ആരും ആഡ് ചെയ്യുന്നില്ല. നോക്കി, ഇവിടെ അന്നത്തെ ദിവസം നോക്കി, തലേ ദിവസം മാർക്കറ്റ് ഫോളോ ആയപ്പോൾ പൊസിഷൻ നല്ല രീതിക്ക് അപ്സൈഡ് പോയത് നമ്മൾ കണ്ടതാണ്. ഓക്കെ. എന്നാൽ ഈ ഒരു ദിവസം മാർക്കറ്റിൽ ആരും പൊസിഷൻ എടുക്കുന്നില്ല. മാർക്കറ്റിൽ നോക്കി ആ ഒരു ഓപ്പൺ ഡ്രസ് നോക്കി, സൈഡ് വേസ് അല്ലേ പോണത്? ഒരു ട്രെൻഡും ഇല്ല. മാർക്കറ്റും എന്ത് ചെയ്യാണ്? സൈഡ് വേസ് ആണ്. കാരണം മാർക്കറ്റിനെ ആ ഒരു സ്ട്രോങ് രീതിയിൽ ഒരു ട്രെൻഡ് നടത്താനുള്ള പാർട്ടിസിപ്പൻസ് ഇവിടെ ഇല്ല. അവര് മാർക്കറ്റിൽ എൻ്റർ ആയിട്ടില്ല. കാരണം ഇവിടെ കംപ്ലീറ്റ് ഒരു നോക്കി,
ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കി, ഇങ്ങനെ നിൽക്കുകയാണ്. തലേ ദിവസം അങ്ങനെയാണോ നമ്മൾ കണ്ടത്? ഇവിടെ എങ്ങനെയാണോ കണ്ടത്? അല്ല. അപ്പൊ ഈ ദിവസം മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഒന്നും നടക്കാനില്ല. കാരണം അവരെന്ത് ചെയ്യില്ല, മാർക്കറ്റിൽ ഇൻട്രസ്റ്റഡ് അല്ല. തലേ ദിവസം അവർക്ക് കിട്ടാനുള്ളത് കിട്ടി, അവരെന്ത് ചെയ്തു, ദേ ഇവിടെ വെച്ചിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്തു. പിറ്റേ ദിവസം ഒന്നും ചെയ്യുന്നില്ല, മാർക്കറ്റ് കൺസോളിഡേഷൻ. നെക്സ്റ്റ് ഡേയിൽ നമുക്കത് കാണാം. കണ്ടോ, മാർക്കറ്റിൽ എന്താണ് കൺസോളിഡേഷൻ, അവിടെ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഈ മാർക്കറ്റിലൊക്കെ ഇതൊന്നും അറിയാതെ പലരും ചിലപ്പോൾ ഓരോ ദിവസം ട്രേഡ് ചെയ്യും. അറിയില്ല, അവർ നോക്കുന്ന ചാർട്ട് പാറ്റേൺസ് ആയിരിക്കും. ചിലപ്പോൾ ഇതേപോലത്തുള്ള മാർക്കറ്റിൽ അവർ പെട്ടുപോകുന്നതായിരിക്കും. തലേ ദിവസത്തെ ട്രെൻഡ് റീഡ് ചെയ്യാൻ അറിയില്ല, മറ്റു കാര്യങ്ങൾ അറിയാതെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഞാനത് റിമൂവ് ചെയ്തിട്ട് ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും ഇത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നോ ക്ലിയർ ആവുന്നുണ്ടോ എനിക്കറിയില്ല. മനസ്സിലാവുന്നുണ്ടോ താഴെ കമന്റ് പറയാം കേട്ടോ, എന്നാലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരാൾക്കത് ക്ലിയർ ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിയാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് താഴെ പറയുമ്പോൾ മാത്രമാണ്. ഓക്കെ, വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. യൂസ്ഫുൾ അല്ലെന്നുണ്ടെങ്കിൽ അത് പറയാം, അത് താഴെ പറയാം കേട്ടോ. യൂസ്ഫുൾ ആണ്, കൂടുതൽ ഇതുപോലത്തുള്ള കണ്ടന്റ്സ് ചെയ്യണം, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പറയാം. കഴിഞ്ഞ വീഡിയോയിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ, ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കണ്ടവർ ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. അപ്പൊ ഇതുപോലെ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്, കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയാൻ ഞാൻ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സീരീസ് കണ്ടിന്യൂ ചെയ്ത് പറയുന്നതായിരിക്കും. ദയവ് ചെയ്ത് ഒരു കാര്യം, ആരും ഈ ഒരു ഇൻഡിക്കേറ്റർ ഞാൻ ഇപ്പൊ ഇത് പരിചയപ്പെടുത്തി, ഇതിന്റെ ഒരു ഏകദേശ ലോജിക്ക് ഞാൻ ഒരു ചെറിയ സമയത്തിലാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ചെറിയ സമയത്തിൽ ഞാൻ അതിന്റെ ഒരു ലോജിക്ക് പറഞ്ഞു തന്നു. ഇത് മാത്രം ഉപയോഗിച്ചിട്ട് ആരും ചെയ്യരുത്. കാരണം ഈ ഒരൊറ്റ ഇൻഡിക്കേറ്റർ മാത്രം ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അങ്ങനെ ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഇതിന്റെ കൂടെ ഇത് ഒറ്റ കാര്യമാണ്, ഇതുപോലെ മാർക്കറ്റില് വലിയ ബിഗ് പ്ലേയേഴ്സിന്റെ മൂവ്മെന്റും അല്ലെങ്കിൽ അവരുടെ എടുക്കുന്ന ഡിസിഷൻസും അറിയാൻ പറ്റുന്ന ഒരുപാട് ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അതിന്റെ പുറകെ ആരും പോവാറില്ല. കാരണം അത് അധികം ഫാൻസി അല്ല. ഇതേപോലെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചാർട്ട് പാറ്റേൺസ് ആകുമ്പോൾ നോക്കുമ്പോൾ 2 ക്യാൻഡിൽ നോക്കി മനസ്സിലാക്കാം. ഓക്കെ, ഈ 2 ക്യാൻഡിൽ വന്നാൽ ഡൗൺ സൈഡ്, ഈ 2 ക്യാൻഡിൽ വന്നാൽ അപ്പ് സൈഡ്. അപ്പൊ അത് എല്ലാവർക്കും എളുപ്പമായിട്ട് തോന്നും. അപ്പൊ അതിന്റെ പുറകെ മാത്രം എല്ലാവരും പോവും. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. കൂടുതൽ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ഒരൊറ്റ കാര്യം മാത്രം എടുത്ത് ചാർട്ടിൽ ആഡ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ നോക്കരുത്. അങ്ങനെയല്ല, ഇതുപോലത്തെ ഇനിയും ടൂൾസ് ഉണ്ട്. അത്തരം ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് മാർക്കറ്റിനെ മനസ്സിലാക്കുന്നത്. അതെല്ലാം കമ്പൈൻ ചെയ്ത് നമ്മൾ മാർക്കറ്റിനെ റീഡ് ചെയ്യുമ്പോഴാണ് മാർക്കറ്റിനെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നത്. മാർക്കറ്റിൽ എന്താ നടക്കുന്നത്, ഇവിടെ എന്താ നടന്നത്, ഇവിടെ ഈ അവസാന നിമിഷം അവർ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്നത് ഇവിടെ പ്രൈസിൽ കാണിച്ചിട്ടില്ല. പക്ഷെ ഇത് നോക്കുന്ന ഒരാൾക്ക് ഇവിടെ മനസ്സിലാവും അവർ പൊസിഷൻ എക്സിറ്റ് ചെയ്തു, അവർ ഹോൾഡ് ചെയ്യല്ല, അവർ എക്സിറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ. അപ്പൊ ഇതിന്റെ കൂടെ മറ്റു കാര്യങ്ങളോട് ക്ലബ് ചെയ്ത് റീഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, മാർക്കറ്റിൽ ഇന്നതാണ് സംഭവിക്കുന്നത്, ഇന്നതാണ് അവരുടെ പൊസിഷൻ, ഇങ്ങനെയാണ് അവർ ഹോൾഡ് ചെയ്യുന്ന. അല്ലെങ്കിൽ ചില ദിവസം അവർ എക്സിറ്റ് ചെയ്യില്ല, ചില ദിവസം അവർ ഈ പൊസിഷൻ എക്സിറ്റ് ചെയ്യാത്ത സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലത്തെ വേറൊരു ഇൻഡിക്കേറ്റർ കൂടി ഉണ്ട് ആ മാർക്കറ്റിനെ മനസ്സിലാക്കുന്നത്. അതുകൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് പിറ്റേ ദിവസം മാർക്കറ്റിനെ പറ്റിയ ഒരു ഐഡിയ അപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിറ്റേ ദിവസത്തെ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും എന്നൊരു ഐഡിയ അപ്പൊ തന്നെ കിട്ടും. അപ്പൊ അങ്ങനെ പല ഇതുപോലത്തെ 1-2 ഇൻഡിക്കേറ്റേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇത് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു കാൽക്കുലേറ്റീവ് ലെവൽ അല്ല, ഇത് എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ ആണിത്. എക്സ്ചേഞ്ചിൽ നിന്ന് ഡയറക്റ്റ് ബ്രോക്കേഴ്സിൽ വരുന്ന ഡേറ്റ ആണിത്. അല്ലാതെ ഇത് ജസ്റ്റ് നമ്മൾ സാറിന് ഉപയോഗിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു മൂവിങ് ആവറേജോ അല്ലെങ്കിൽ RSIയോ പോലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇത് എക്സ്ചേഞ്ചിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന ഡേറ്റ ആണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കൂടുതൽ വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, കാരണം ഇത് ഓൾറെഡി കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടാവും, കൂടുതൽ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക കേട്ടോ, ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ വേണ്ട, അതിന് എന്താണ് പോരായ്മ എന്നുള്ളത് താഴെ കമന്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ. ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു.